പ്രിയപ്പെട്ടവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ശരൺ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നുണ്ട്. കെ രാധാകൃഷ്ണൻ ഇഡിക്ക് നൽകിയ മൊഴിയിലെ വിവരങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. കരുവന്നൂർ ബാങ്കിലെ പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ല എന്നാണ് രാധാകൃഷ്ണന്റെ മൊഴി. ബാങ്കിലെ ഡയറക്ടർ ബോർഡിനപ്പുറം പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ച് അറിയില്ലെന്നും രാധാകൃഷ്ണൻ മൊഴി നൽകിയിട്ടുണ്ട്. നമുക്കിപ്പം ശരൺ ചേരുന്നു. ശരൺ, അങ്ങനെ രാധാകൃഷ്ണനെ ഇഡി മൊഴിയെടുക്കാൻ വിളിപ്പിച്ചിട്ടും കാര്യമായിട്ടൊന്നും ഇഡിക്ക് തടഞ്ഞില്ലെന്ന് തോന്നുന്നു. അരുൺകുമാർ, തീർച്ചയായിട്ടും അത്തരത്തിലൊന്നും തന്നെ ഇഡിക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്നലെ ഏതാണ്ട് 6 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലാണ് ഇഡിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. നമുക്കറിയാം, തുടക്കത്തിൽ 2 പ്രാവശ്യം നോട്ടീസ് നൽകിയിരുന്നതാണ്. പക്ഷേ അദ്ദേഹം അസൗകര്യം പറഞ്ഞുകൊണ്ട് ഒഴിയുകയാണ് ചെയ്തത്. അതിന് പിന്നാലെയാണ് 3ാമത്തെ നോട്ടീസിൽ ഇന്നലെ രാവിലെ 11 മണിയോടുകൂടി ഇഡിയുടെ കൊച്ചി ഓഫീസിലേക്ക് എത്തിയത്. ഇതിൽ പ്രധാനമായും ഈ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസുമായി ബന്ധപ്പെട്ട ഇഡിയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത് 2011 മുതൽ 2021 വരെയുള്ള കാലയളവിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത്. ബിനാമി വായ്പകളിലൂടെ തട്ടിയെടുത്ത പണം, അതിന്റെ കമ്മീഷൻ നേതാക്കളുടെ അറിവോട് കൂടി CPM-ന്റെ പേരിലുള്ള അക്കൗണ്ടുകളിലേക്ക് എത്തിയെന്നുള്ളതാണ് ഇഡി പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ കാലഘട്ടത്തിൽ ആരൊക്കെയായിരുന്നോ ജില്ലാ സെക്രട്ടറിമാരായിരുന്നത് അവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നത്. അങ്ങനെ AC മൊയ്തീന്റെയും MM വർഗീസിന്റെയും മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ മൊഴി കൂടി രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കെ രാധാകൃഷ്ണൻ പ്രധാനമായും പറഞ്ഞത്, കരുവന്നൂർ ബാങ്കിൽ ഒരു ഡയറക്ടർ ബോർഡുണ്ട്. ആ ഡയറക്ടർ ബോർഡിനപ്പുറം പാർട്ടി സംവിധാനങ്ങളെക്കുറിച്ചൊന്നും തന്നെ തനിക്ക് അറിയില്ല എന്നുള്ളതാണ്. ഈ ബിനാമി വായ്പകൾ അനുവദിക്കാനായി പാർട്ടിയുടെ ഒരു പാർലമെന്ററി കമ്മിറ്റിയും സബ് കമ്മിറ്റിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇഡി പറയുന്നത്. എന്നാൽ അദ്ദേഹം പറയുന്നത് തനിക്ക് അത്തരത്തിൽ പാർട്ടിയുടെ പാർലമെന്ററി കമ്മിറ്റിയോ സബ് കമ്മിറ്റിയെ കുറിച്ചൊന്നും തന്നെ അറിയില്ല. ഇതോടൊപ്പം തന്നെ നേരത്തെ ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറിയിരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന CK ചന്ദ്രന്റെ മൊഴിയാണ്. CK ചന്ദ്രൻ പറഞ്ഞിരുന്നത് തന്നെയാണ് ഈ കരുവന്നൂർ ബാങ്കിന്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത്. ജില്ലാ കമ്മിറ്റിയുടെ അറിവോട് കൂടിയാണ് ഈ ബിനാമി വായ്പകളൊക്കെ തന്നെ അനുവദിച്ചെന്നുള്ളതാണ്. പക്ഷേ അതിന് കെ രാധാകൃഷ്ണൻ മറുപടിയെ നൽകിയത് CK ചന്ദ്രൻ അന്ന് അസുഖബാധിതനായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അധികമായിട്ട് ഈ ചുമതലകളൊന്നും തന്നെ നൽകിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മൊഴി വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. എന്തായാലും ഇത്തരത്തിലുള്ളൊരു മൊഴിയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ നൽകിയിരിക്കുന്നത്. ഇനി പ്രധാനമായും ആരൊക്കെ ഇതിൽ പ്രതികളാകും എന്നുള്ള കാര്യവും നമ്മൾ ഇഡിയോട് ആരാഞ്ഞു. അപ്പോൾ ഇഡി പറയുന്നത് CPM-നെ ഇതിനകം തന്നെ പ്രതി ചേർത്തിട്ടുണ്ട്. ഇനി CPM-ന്റെ അതോറിറ്റി എന്ന നിലയിൽ ഈ ജില്ലാ സെക്രട്ടറിമാരിൽ ആരൊക്കെ പ്രതികളാകണമെന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. അത് വൈകാതെ തന്നെ ഉണ്ടാകും. ഒപ്പം തന്നെ കുറ്റപത്രം, അതായത് കെ രാധാകൃഷ്ണന്റെ മൊഴി കൂടി രേഖപ്പെടുത്താതെ കുറ്റപത്രം സമർപ്പിക്കാനാകില്ല എന്നുള്ളൊരു നിയമോപദേശമാണ് നേരത്തെ ഇഡിക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇനി കെ രാധാകൃഷ്ണന്റെ മൊഴി രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഈ മാസം തന്നെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കും എന്നുള്ളത് കൂടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. അങ്ങനെ കരുവന്നൂർ കേസ്, നമുക്കറിയാം ഏറ്റവും വിവാദമായ പ്രമാദമായ കരുവന്നൂർ കേസ്, അതിന്റെ തിരശ്ശീല വീഴുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എന്തായാലും ശരൺ പറഞ്ഞതുപോലെ രാധാകൃഷ്ണനെ ഇഡി ചോദ്യം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരുപക്ഷെ ഇഡി ആലോചിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ മനുഷ്യരുണ്ടാവുമല്ലോ അല്ലേ എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിച്ചു. എന്നാൽ കാര്യമായിട്ടൊന്നും ഇഡിക്ക് തടഞ്ഞില്ല രാധാകൃഷ്ണന്റെ മൊഴിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്.